ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. എന്തെന്നാൽ അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഈശോ നൽകുന്ന സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈശോ പന്തക്കുസ്താ ദിനത്തിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി. അവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നതിന് അവർ സഹകരിക്കാൻ തുടങ്ങി. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മിൽ കാണപ്പെടും. നമ്മിൽ പ്രവർത്തിച്ചിട്ട് നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കാണപ്പെടും. അതാണ് പ്രത്യേകത. ദൈവം നമ്മിൽ വസിച്ച് നമ്മിൽ പ്രവർത്തിക്കുന്നു, അപ്പോൾ ദൈവ സ്വഭാവം നമ്മിൽ കാണപ്പെടും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, നന്മ, ദയ, ക്ഷമ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അത് ദൈവ സ്വഭാവങ്ങളാണ്. അടുത്തതായി, നമ്മിൽ വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പങ്കുവെച്ചു തരും. അതാണ് വരങ്ങളെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടുള്ള, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന, യേശു വഴിയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന, പിതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെയുള്ള ചില വ്യക്തികൾ ഒരു കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഈ വ്യക്തികൾക്ക് എവിടെയെന്നറിയോ? പരിശുദ്ധാത്മാവ് തന്നിലൂടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പങ്കുവെച്ച് തരുന്നതാണ് ഈ വരങ്ങൾ എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട് വരങ്ങളെ പുച്ഛിക്കുക, വരങ്ങളെ നിഷേധിക്കുക, വരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളെ തടയുക, അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുക. കാരണം അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് എന്നോട് ഇത് പറഞ്ഞോളാൻ. ഞാനൊരിടത്ത് ഒരു കൺവെൻഷന് പോയി, ഒരു 34 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ പോട്ടയിൽ വന്ന് ഈ കൺവെൻഷൻ വിളിച്ചത്. ആ വൈദികൻ, ഞാനതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് എന്നിട്ട് ഒരു കത്ത് കൊടുത്തു വിട്ടു. 4-5 കാര്യങ്ങൾ എഴുതി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൂന്നിയുള്ള ശുശ്രൂഷകൾ അവിടെ പാടില്ല, വചനം പ്രസംഗിച്ചാൽ മതി എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനുടനെ ആ വന്നയാളുടെ കയ്യിൽ ആ കത്തിന് മറുപടി അപ്പോൾ തന്നെ കൊടുത്തു വിട്ടു. വരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകൾക്ക് എനിക്ക് 100 കണക്കിന് ക്ഷണങ്ങൾ കേരളത്തിനകത്ത് പല സ്ഥലത്തും കിടക്കുമ്പോൾ വരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനത്തിന് വരാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ വരുന്നതല്ല, ഇതിനാൽ അറിയിക്കുന്നു. അസൗകര്യങ്ങൾക്ക് മാപ്പെന്നും പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തു വിട്ടു. അദ്ദേഹം പിറ്റേ ദിവസം അതിരാവിലെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെടുത്ത് പോട്ടയാശ്രമത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, സാരമില്ല അച്ഛൻ വരങ്ങൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛനും എനിക്കും ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാന വരങ്ങളാണ്. 3 അടിസ്ഥാന വരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 3 അടിസ്ഥാന വരങ്ങൾ: പൗരോഹിത്യവരം, സന്യാസവരം, കുടുംബജീവിതവരം. നമുക്ക് 2 പേർക്കും പൗരോഹിത്യ വരമുണ്ട്. ഇതാണ് അടിസ്ഥാന വരം. അതിലൂന്നിയുള്ള സഹായക വരങ്ങളാണ് ബാക്കിയുള്ളത്, രോഗശാന്തി വരം എല്ലാം. അതുകൊണ്ട് അവിടെ ദൈവ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, രോഗശാന്തി ഉണ്ടാകുമ്പോൾ അത് വേണ്ട, അത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊക്കെ നടക്കട്ടെ അച്ഛാ, നമ്മളത് ജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊരു പ്രത്യേക രീതിയിൽ. ഞാൻ പറഞ്ഞു, അച്ഛനോട് പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നതേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മുടെ ആരുടെയും പേരിനും പ്രശസ്തിക്കും വരുമാന മാർഗത്തിനോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദൈവമഹത്വത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, ദൈവരാജ്യ നിർമ്മാണത്തിനായിട്ട് ദൈവം അനുവദിക്കുന്നതാണ്. ആ ദൈവത്തിൻ്റെ ശക്തി പ്രകടനങ്ങളാണെന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അച്ഛൻ അന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടായി. ഞാനവിടെ ശുശ്രൂഷയ്ക്ക് പോയി. ആ ശുശ്രൂഷ അവസരത്തിൽ ഒരു രോഗശാന്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മയുടെ രോഗശാന്തിയായിരുന്നു. എഴുന്നേറ്റ് നടക്കാനാവാതെ വണ്ടിയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഈ അമ്മ, വയസ്സ് കുറേയായി. ഈ അമ്മയ്ക്കൊരു 88 വയസ്സുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, നടുവിന് ബലമില്ല, കാലുകൾക്ക് ബലമില്ല, നാഡീഞരമ്പുകൾക്ക് ബലക്ഷയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളെ സുഖപ്പെടുത്തുന്നു 4-5 തവണ ഞാൻ അനൗൺസ് ചെയ്തിട്ടും ആരും സാക്ഷ്യപ്പെടുത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ അമ്മ കാറിൽ നിന്നിറങ്ങി മരുമകളുടെ കൂടെ നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അത് എനിക്കാണ് ആ രോഗശാന്തി ഉണ്ടായത്, എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പോയി അച്ഛനോടൊന്ന് പറയട്ടെ, ധ്യാനം തീരാനായല്ലോ. ഓടി സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് പരസ്യമായിട്ടൊന്ന് മാപ്പ് പറയണം. ഞാൻ ഈ സ്ഥലവും ആളെയൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഞാൻ പറയുകയാണ്, എനിക്ക് പരസ്യമായിട്ട് മാപ്പ് പറയണം. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ അമ്മ നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാനാവാതെ, കാലുകൾക്ക് ബലമില്ലാതെ, നടുവിന് ബലമില്ലാത്ത അമ്മയെ കാറിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. വീട്ടുകാർക്കാർക്കും സമ്മതമില്ലായിരുന്നെങ്കിൽ അമ്മയുടെ നിർബന്ധത്തിന് കൊണ്ടുവന്നതാണ്. അമ്മ ഇപ്പോൾ ഇതാ എഴുന്നേറ്റ് നടക്കുന്നു. അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും മരുമകൾ അമ്മയെ പിടിച്ചുകൊണ്ട് അൾത്താരിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, സ്റ്റേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അച്ഛൻ പിന്നീട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനത്തിലൊരു ധ്യാനം കൂടി. അതിനുശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ് അട്ടപ്പാടിയിലൊരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് അന്ന് അട്ടപ്പാടി ആ ധ്യാനത്തിന് ഞാനും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ള ലോകാരൂപിയാണ്, എൻ്റെ ബുദ്ധിയിൽ കയറി കിടക്കുന്ന ലോകാരൂപിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തടസ്സമായി നിന്നത്. ഇത് കേരള സഭയിലും കത്തോലിക്ക സഭയിലും ഉണ്ടായ വലിയൊരു പ്രശ്നമാണ്. ലോകത്തിൻ്റെ അറിവ് നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സും ബുദ്ധിയും ഇരുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനങ്ങൾക്ക് ചെവി കൊടുക്കാൻ അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. ലോകത്തിന് സാധിക്കില്ലെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അരൂപിയുടെ നിയന്ത്രണമുള്ളവർക്കും പറ്റില്ല. ഈ വൈദികന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, വരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതൊരു അറിവില്ലായ്മയാണ്, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഈശോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മോശമാ വൈദികനെന്ന് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം വളരെ വിശ്വസ്തയോടെ പൗരോഹിത്യ ജീവിതം നയിക്കുന്ന, നന്നായിട്ട് കുർബാന അർപ്പിക്കുന്ന, കുമ്പസാരിപ്പിക്കുന്ന, ഇടവക ജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ, വചനപ്രഘോഷണത്തോട് വിശ്വസ്തയുള്ള ആളാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു അറിവ് കിട്ടിയില്ല. ഒരു രോഗശാന്തി സ്വന്തം കുടുംബത്തിൽ നടന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അത് ഷോക്കായപ്പോൾ അദ്ദേഹം ഹൃദയം തുറന്നു. ഒരുപക്ഷെ അത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ആ വീട്ടുകാർ ഒരുമിച്ച് കൂടി ഞങ്ങളിരുന്ന് കൺവെൻഷൻ്റെ അവസാന ദിവസം ഭക്ഷണം കഴിച്ചു, അമ്മയുടെ കൂടെ ഇരുന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത ലോകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള ഒരു മേഖലയിലൂടെ മാത്രം, ബുദ്ധിയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രം പരിശുദ്ധാത്മാവിനെ അവലോകനം ചെയ്താൽ മനസ്സിലാക്കൽ. ഉദാഹരണം ഭാഷാവരത്തിൽ കുറച്ച് പേര് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ആ മുറിക്കകത്ത് കയറി വന്ന ഒരു കോളേജ് പ്രൊഫസർ അതിനെ കളിയാക്കിയിട്ട് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം കോളേജ് പ്രൊഫസറെ എന്നെ ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, അന്ന് ഞാൻ അവരെ പുച്ഛിച്ച് കളിയാക്കി, എത്രയോ ഭാഷകൾ മനോഹരമായി സംസാരിക്കാൻ ദൈവം തന്നിട്ട്, എന്നിട്ട് കുറച്ച് വിവരമില്ലാത്തൊരു പള്ളിയിലിരുന്നുകൊണ്ട് ഭാഷാവരത്തിലാണെന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. അതൊക്കെ വിജാതിയുടെ ഇടയെ കണ്ട അടയാളമല്ല, അതൊക്കെ നമ്മൾ എന്തെന്നൊക്കെ പറഞ്ഞ് കുറേ എന്നോട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്നെ കണ്ടപ്പോൾ പറയുകയാണ്, ഞാനൊരിക്കൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലം എന്നോട് പറഞ്ഞു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഒരു ചെറിയ ധ്യാനകേന്ദ്രം, അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിന് പ്രത്യേക രീതിയിൽ ചലിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അറിയാത്ത രീതിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു 1 മണിക്കൂർ നേരം അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. അത് ധ്യാനഗുരു തന്നെ അദ്ദേഹത്തോട് പറഞ്ഞത് ഭാഷാവരത്തിൽ സ്തുതിപ്പാണ്, തുടരണം. അദ്ദേഹം പറയുകയാണ്, ഇപ്പം ഞാൻ മണിക്കൂറുകളിരുന്ന് വ്യക്തിപരമായ ഭാഷാവരത്തിൽ സ്തുതിക്കും.
പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിൻ്റെ അരൂപിയുടെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വിദ്യാസമ്പന്നനായതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് അറിവുണ്ടെന്ന്. പക്ഷേ എനിക്ക് ജ്ഞാനമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും വരങ്ങളെയും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവരാജ്യത്തോട് ചേരണം. ഈശോയെ ലോകത്തോട് വിട പറഞ്ഞ, ലോകരാജ്യത്തോട് വിട പറഞ്ഞ ദൈവരാജ്യത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാസരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.